ഘട്ടങ്ങളിൽ പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മളിൽ പലരും ആശ്രയിക്കുന്ന ഒന്നാണ് സ്വർണ്ണ പണയ വായ്പ. എന്നാൽ ഈ സ്വർണ്ണ പണയ വായ്പ നൽകുന്നതിൽ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇനി ചില പൊതുവായ നിയമങ്ങൾ വരുന്നു. റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ച് ഒരു കരട് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ? ഇത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും? നമുക്കൊന്ന് നോക്കാം. ഉപഭോക്താക്കൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനും വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഒരുപോലെ ബാധകമായ നിയമങ്ങൾ കൊണ്ടുവരാനുമാണ് RBI ലക്ഷ്യമിടുന്നത്. RBIയുടെ കറന്റ് മാർഗനിർദ്ദേശങ്ങളിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. ലോൺ ടു വാല്യൂ റേഷ്യോ 75%. ഇനി മുതൽ നിങ്ങൾ പണയം വെക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 75% വരെ മാത്രമേ വായ്പയായി ലഭിക്കൂ. അതായത് 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പണയം വെച്ചാൽ പരമാവധി 75,000 രൂപ വരെ ലോൺ കിട്ടും. ഇത് ബാങ്കുകൾക്കും NBFCകൾക്കും ഒരുപോലെ ബാധകമാകും. ഉടമസ്ഥാവകാശ രേഖ നിർബന്ധം. പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ നിങ്ങൾ ഹാജരാക്കണം. സ്വർണം വാങ്ങിയതിന്റെ ഒറിജിനൽ ബില്ലുകൾ ഇല്ലെങ്കിൽ സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം എങ്ങനെ ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഒരു സത്യവാങ്മൂലമോ മറ്റ് രേഖകളോ നൽകേണ്ടി വരും. സ്വർണത്തിന്റെ പ്യൂരിറ്റി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ പണയം വെക്കുന്ന സ്വർണത്തിന്റെ പരിശുദ്ധി സംബന്ധിച്ച് ബാങ്ക് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകണം. ഇത് ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കും. യോഗ്യതയുള്ള സ്വർണത്തിന് മാത്രം വായ്പ. എല്ലാത്തരം സ്വർണത്തിനും ഇനി പണയ വായ്പ ലഭിക്കില്ല. സ്വർണ്ണാഭരണങ്ങൾക്കും ബാങ്കുകൾ വിൽക്കുന്ന 22 കാരറ്റോ അതിൽ കൂടുതലോ പരിശുദ്ധിയുള്ള പ്രത്യേക സ്വർണ്ണ നാണയങ്ങൾക്കും മാത്രമേ വായ്പ അനുവദിക്കൂ. വെള്ളിക്കും വായ്പ ലഭിച്ചേക്കാം. യോഗ്യതയുള്ള വെള്ളി ആഭരണങ്ങൾക്കും വെള്ളി നാണയങ്ങൾക്കും പണയ വായ്പ നൽകാനും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വായ്പാ പരിധി. ഒരാൾക്ക് പണയം വെക്കാവുന്ന സ്വർണത്തിന്റെ ആകെ അളവിന് പരിധി നിശ്ചയിക്കാൻ നിർദ്ദേശമുണ്ട്. ഒരു വായ്പക്കാരന് പരമാവധി 1 കിലോ സ്വർണം വരെ മാത്രമേ പണയം വെക്കാൻ സാധിക്കൂ എന്ന് ഓരോ സ്ഥാപനവും അവരുടെ വായ്പാ നിയമത്തിൽ ഉൾപ്പെടുത്തണം. സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുന്ന രീതി. പണയം വെക്കുന്ന സ്വർണത്തിന്റെ മൂല്യം 22 കാരറ്റ് സ്വർണത്തിന്റെ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും കണക്കാക്കുക. 22 കാരറ്റിൽ കുറഞ്ഞ പരിശുദ്ധിയുള്ള സ്വർണമാണെങ്കിൽ അതിനെ 22 കാരറ്റ് സ്വർണത്തിന് തുല്യമായ മൂല്യത്തിലേക്ക് മാറ്റും. അതുപോലെ വെള്ളിയുടെ മൂല്യം 999 പരിശുദ്ധിയുള്ള വെള്ളിയുടെ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും. വായ്പാ കരാറിൽ സമ്പൂർണ്ണ വിവരങ്ങൾ. വായ്പാ കരാറിൽ എല്ലാ വിവരങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. പണയം വെച്ച സ്വർണത്തിന്റെ വിവരങ്ങൾ, അതിന്റെ മൂല്യം, ലേല നടപടിക്രമങ്ങൾ, തിരിച്ചടവ് മുടങ്ങിയ ലേലം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ, ലേലത്തിനു മുമ്പുള്ള നോട്ടീസ് കാലാവധി, വായ്പ പൂർണ്ണമായി തിരിച്ചടച്ചാൽ സ്വർണം തിരികെ ലഭിക്കുന്നതിനുള്ള സമയം, ലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ അത് തിരികെ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ, ലേലവുമായി ബന്ധപ്പെട്ട ഫീസുകൾ ഉൾപ്പെടെ എല്ലാ ചാർജുകളും ഇതിൽ ഉൾപ്പെടുത്തണം. ഈ പുതിയ നിർദ്ദേശങ്ങൾ നിയമമായി മാറുകയാണെങ്കിൽ സ്വർണ്ണ പണയ വായ്പ എടുക്കുന്ന സാധാരണക്കാർക്ക് കൂടുതൽ സുതാര്യതയും സംരക്ഷണവും ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യവസ്ഥകൾ വ്യക്തമായി മനസ്സിലാക്കി അറിവോടുകൂടി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഇത് സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.